വയനാട് വണ്ടിക്കടവിലെ നരഭോജി കടുവ കൂട്ടിൽ പുലർച്ചെ 1:30-യോടെയാണ് 14 വയസ്സുള്ള കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായത്. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വയനാട് ജില്ലയിൽ ഒരാഴ്ചയായി ജനങ്ങളെ ഭീതി പടർത്തിക്കൊണ്ടിരുന്ന കടുവ ഇന്ന് വനംവകുപ്പിന്റെ കൂട്ടിൽ അകപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ കടുവയ്ക്കുള്ള തെരച്ചിലായിരുന്നു വനംവകുപ്പ്. കഴിഞ്ഞ ആഴ്ചയാണ് പുൽപ്പള്ളിയിലുള്ള കൂമൻ എന്ന് പറയുന്ന ഒരു ആദിവാസി വയോധികനെ ഈ കടുവ കടിച്ചു കൊന്നത്. അതിനുശേഷം തന്നെ ഈ കടുവയ്ക്കായുള്ള തെരച്ചിലായിരുന്നു. ഈ കടിച്ചു കൊന്ന പിറ്റേ ദിവസം വനംവകുപ്പിന്റെ ക്യാമറയിൽ ഈ കടുവയുടെ ഒരു ചിത്രം പതിഞ്ഞെങ്കിലും കടുവയെ പിന്നീട് കണ്ടെത്താനായില്ല. അങ്ങനെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ള ഒരു ഉത്തരവിറക്കിയത്. അതിനുശേഷം കഴിഞ്ഞ ശനിയാഴ്ച, അതായത് ഏതാണ്ട് 6 ദിവസങ്ങളായി ഈ കൂട് വെച്ച് കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ 1:30 തന്നെ കടുവ കൂട്ടിലകപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആശ്വാസമായി നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും വനംവകുപ്പിന്റെ ആ ദൗത്യം അവർ പൂർത്തീകരിച്ചെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. അവർ പറയുന്നത് ഇനിയും കടുവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതിന് കാരണം ഈ കടുവയെ കണ്ടെത്തിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ടടുത്തുള്ള മാടപ്പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയും ഒരു കടുവയെ കണ്ടെത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കടുവ മറ്റൊരു കടുവയും അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ജനങ്ങൾ കൂടെ എടുക്കരുത് എന്നുള്ളതൊക്കെ പറഞ്ഞെങ്കിലും അതിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് പോയിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ പിടിച്ച ഈ കടുവ എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ഈ ചിത്രത്തിൽ പതിഞ്ഞ കടുവ തന്നെയാണെന്നും ഈ കൂമനെ കൊന്ന കടുവയാണെന്ന് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവയ്ക്ക് ഏതാണ്ട് 14 വയസ്സോളം പ്രായമുണ്ട്. പ്രായാധിക്യം കൂടിയതുകൊണ്ട് തന്നെ ഈ കടുവയെ ഇനി കാട്ടിലേക്ക് വിടാൻ കഴിയില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. സാധാരണ ഇത്തരത്തിൽ കടുവകളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ശുശ്രൂഷകളും ചെയ്തതിന് ശേഷം കാട്ടിലേക്ക് വിടുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ ഈ കടുവയ്ക്ക് പ്രായം കൂടുതലായതുകൊണ്ട് തന്നെ അതിനെ കാട്ടിലേക്ക് വിടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക്, അതായത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കടുവ പുനരധിവാസ കേന്ദ്രമാണ് സുൽത്താൻ ബത്തേരി കുപ്പാടിയിലുള്ളത്. ഈ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അവിടെ 2-3 കടുവകളുണ്ട്. അതോടൊപ്പം ഈ കടുവയും കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള കടുവകളെ ജീവിതാവസാനം വരെ ഇത്തരത്തിലുള്ള ഈ പുനരധിവാസ കേന്ദ്രത്തിലാണ് പാർപ്പിക്കുക. കാരണം അക്രമകാരികളായ കടുവകളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതാണ് സാധാരണ ചെയ്യുന്നത്. എന്തായാലും ഈ പുൽപ്പള്ളി ഭാഗത്ത് ഭീതി മാറി എന്ന് നമുക്ക് ആശ്വസിക്കാമെങ്കിലും കടുവകളുടെ പ്രജനന കാലമായതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് ഇനിയും കടുവ വരിക എന്നുള്ളത് അറിയില്ല. എന്തായാലും വനംവകുപ്പ് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ കടുവയെ നിരീക്ഷിക്കും, പട്രോളിംഗ് നടത്തും എന്നുള്ളതൊക്കെയാണ് വനംവകുപ്പ് ജനങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കടുവയുടെ പ്രജനന കാലമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും കടുവ ദൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. താൻ ഡി മണിയല്ലെന്ന് ശബരിമല സ്വർണ്ണക്കടത്തിൽ SIT ചോദ്യം ചെയ്തയാൾ. തന്റെ പേര് MS മണിയെന്നാണ്. ബാലമുരുകനെ അറിയാം. തന്റെ സിം ബാലമുരുകൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണ് SIT എത്തിയതെന്ന് കരുതുന്നെന്നും ഇയാൾ പറഞ്ഞു. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ചോദിച്ചില്ല. ചില ഫോട്ടോകൾ കാണിച്ചു. തനിക്ക് ഡയമണ്ട് സ്വർണ്ണ ബിസിനസ് ഇല്ല. റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണ്. അന്വേഷണവുമായി സഹകരിക്കുമെന്നും MS மணி. பேர் மாறுதல் நடந்துச்சு. ஒரு என்கொயரி, அந்த பேர் மாறுதலுக்காக ஒரு என்கொயரி பண்ணாங்க. அவங்க கேட்க கொஸ்டின் எல்லாம் கொடுத்துட்டேன். நீங்கள் இல்லை அப்படி சொல்லிட்டு கிளம்பிட்டாங்க. இதான் நடந்தது. இது நானா ஒரிஜினல் படத்தில் பார்த்தாங்க, அது இல்லை. அவங்க தள்ளி இது வரைக்கும் கேரளாவிலேருந்து போலீஸ் வந்திருக்காங்க. SIT எந்த கேஸும் சொல்லவே இல்லை. உங்கள் மேலே ஒரு கம்ப்ளைண்ட் ஆகிருக்கு அப்படின்னு சொல்லி அந்த கம்ப்ளைண்ட்டில் CBCID கோர்ட்லேருந்து வந்திருக்கு பதில் சொன்னாங்க. அதுக்கு கேட்குற கொஸ்டின் எல்லாமே நான் பதில் சொல்லிட்டேன். என்ன கேட்டாங்கன்னா உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு. அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க. IT கேட்டாங்க. அப்போ ஒன்றுன்னா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, MS ஃபுல் நேம் சுப்பிரமணியன் சொன்னேன். அதுக்கப்புறம் வந்துட்டு நாங்கள் பேச அப்புறம் யாரும் தெரிஞ்சுட்டு அவங்க நார்மலாக வந்துட்டாங்க. வரணும் இது இல்லை. நம்ம இல்லைன்னு ஃபுட் பண்ணிட்டாங்க. அதை நம்ம இல்லை, ராங் மெசேஜ். உங்கள் பேர், அதாவது உங்கள் பேர், உங்கள் சிம் வந்து, அதாவது உங்கள் என்னோட நம்பர் எனக்கு தெரியும் யாரும் சொல்லிப்பாங்க தெரியுது. அதுக்காக வந்துருக்காங்க. இந்த மணி இல்லைன்னு சொல்லிட்டு പോയിട്ടാங்க. അவ்வளோதான். ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിരുന്നു. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ചോദ്യം ചെയ്യൽ. സംഭവത്തിൽ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനെ SIT സംഘം ഡിണ്ടിഗലിലാണ് ചോദ്യം ചെയ്തത്. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡി മണിയുടെ സുഹൃത്താണ് ശ്രീകൃഷ്ണൻ. വിഗ്രഹക്കടത്തിൽ ഇയാൾക്കും പങ്കുണ്ടെന്ന് വിദേശ വ്യവസായി മൊഴി നൽകിയിരുന്നു.
മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. വൈകിട്ട് തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന. നാളെയാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. 30,000 പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. ശബരിമല സന്നിധാനം തങ്കയങ്കി ഘോഷയാത്രയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് 18-ാം പടിക്ക് തൊട്ട് താഴെയാണ്. ഇന്ന് ഭക്തരുടെ എണ്ണം നിജപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സാധാരണമായി തിരക്കൊന്നുമില്ലാതെ ഭക്തർ 18-ാം പടി വളരെ സാവധാനം കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏതാണ്ട് രാവിലെ ഒരു 9 മണിക്ക് ശേഷം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഈ തങ്കയങ്കി ഘോഷയാത്ര വരുന്ന സമയം എന്നതനുസരിച്ചിരിക്കും. അങ്ങനെ ഓരോ സമയത്തും കൃത്യമായ നിയന്ത്രണങ്ങൾ പമ്പയിലും ഒപ്പം തന്നെ നിലയ്ക്കലുമൊക്കെ ഭക്തരെ കടത്തിവിടുന്നതിലുണ്ടാകും. ആകെ 30,000 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ ഉള്ളത്. 2,000 ഭക്തർക്ക് സ്പോട്ട് ബുക്കിങ്ങും. ഈ സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്ര എത്തിയ ശേഷമായിരിക്കും പിന്നീട് ഭക്തരെ കടത്തിവിടുക. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് രാവിലെ ഒരു ആദ്യത്തെ കണക്ക് തന്നെ ഒരു 6 മണി വരെ ഏതാണ്ട് 16,000-ഓളം ഭക്തർ, അതായത് പകുതിയിലധികം ഭക്തർ